ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ കണ്ണൂർ പോയ വീഡിയോ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഷോർട്സ് കാണാത്തവർ കണ്ടു നോക്കുക. കണ്ണൂർ ചെന്നതിന് ശേഷം ഞങ്ങളെ ഒരു സ്ഥലം വരെ കൊണ്ടുപോകാം, മല കാണിക്കാം, പുഴ കാണിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇതാണ് അവരുടെ വീട്. അപ്പോൾ ഞങ്ങൾ 8:30 റെഡിയായി നിൽക്കുന്നതാണ്, ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് അവർ പറഞ്ഞത് പോകുന്നത്. പക്ഷേ അവർ നല്ല രീതിക്ക് ലേറ്റായി, ഉറങ്ങി എണീച്ചില്ല. അങ്ങനെ അവർ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുചേട്ടനും ശരത്തേട്ടനും കൂടിയിട്ട് വണ്ടി കഴുകുമായിരുന്നു. കാരണം അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 8:30 എന്ന് പറയുന്നത് 12 മണിയാവുന്നു. കറക്റ്റ് 12 മണിക്കാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം ഇവരുടെ. അപ്പോൾ അവരുടെ മുറ്റവും കാര്യങ്ങളും അവിടെ ഒത്തിരി ചെടികളുണ്ടായിരുന്നു. ഒത്തിരി എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. കുറേ ചെടികൾ അവരുടെ വീടിൻ്റെ ബാക്കിലൊക്കെ അലോവേറ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടാണ് നമുക്കൊന്ന് കാണിക്കാം എന്ന് പറഞ്ഞ് പോകേണ്ട സമയമായപ്പോഴത്തേക്കും നമ്മളെല്ലാവരും റെഡിയായി. അപ്പോൾ ഇതാണ് അവിടുത്തെ ആരൂസ് ഭയങ്കര വ്ളോഗൊക്കെ ചെയ്യുന്ന അടിപൊളിയായിട്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടം അതൊക്കെ ചെയ്യാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവൾ സംസാരിച്ചതൊക്കെ. അപ്പോൾ അവൾക്ക് ക്യാമറ കൊണ്ടുവന്നപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവളും ഹായ് ഗേസ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ അവൾക്ക് വീഡിയോ ഒക്കെ എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറേ വീഡിയോസൊക്കെ അവളുടെ എടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ശ്രീ വന്നിട്ട് ഹലോ ഗേസ് എന്നതൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ റെഡിയായി നിൽക്കുവാണ്. അപ്പോൾ ഞങ്ങൾ 4-5 പേരൊക്കെ അതേപോലെ ഡ്രസ്സൊക്കെ ഇട്ടിറങ്ങിയുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ട് വണ്ടിയിലെല്ലാം വണ്ടി കയറിയപ്പോൾ ഞങ്ങൾ ഒത്തിരി സ്നാക്സൊക്കെ മേടിച്ചായിരുന്നു. കാരണം അവിടെ വരെ എത്തണ്ടേ, നേരം വൈകൂലേ തിരിച്ച് വരുമ്പോൾ എന്ന് വിചാരിച്ചിട്ട് നിർത്തിയിട്ട് സ്നാക്സൊക്കെ മേടിക്കാനായിട്ടുള്ള റെഡി ആവലായിരുന്നു. അതിനുശേഷം നമ്മൾ പതുക്കെ വണ്ടിയെല്ലാം എടുത്ത് അപ്പോൾ ആദ്യം പോകുന്നത് ഒരു മലയുടെ അവിടേക്ക് ആയിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. അതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ എനിക്ക് പകുതി എടുക്കാൻ പറ്റിയില്ല. അതിൽ നല്ല വിഷമമുണ്ട്. കാരണം ആ വ്യൂ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെയൊന്നും ഞാൻ സാധാരണ എവിടേക്കൊക്കെ പോകുമ്പോൾ കിടന്ന് ഉറങ്ങാച്ചായിരുന്നു. ഇതിപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഉറങ്ങിയൊന്നുമില്ല. അപ്പോൾ ഒത്തിരി നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. ആ സമയമാകുമ്പോഴത്തേക്കും വണ്ടി സ്പീഡിൽ വിട്ടിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു പാറയുടെ മുകളിലൊക്കെ കയറി അവിടെ എത്തി കേട്ടോ. എന്നിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിക്കാം ലാസ്റ്റ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ കുറേ ഫോട്ടോസ് എടുത്തു. മഴ പെയ്ത് അതിൻ്റെ ഇടയിൽ കേട്ടോ. കോട ഇറങ്ങിയായിരുന്നു. കോട ഇറങ്ങിയപ്പോൾ നമുക്ക് ആർക്കും അവിടെ നിൽക്കാൻ പറ്റിയില്ല. അതുപോലെ മഴ പെയ്തു. കുറേയൊക്കെ നമ്മൾ സഹിച്ചെങ്കിലും നമ്മളെല്ലാവരും നനഞ്ഞ് കുളിച്ചാണ് ആ വണ്ടി കയറിയത് ഞങ്ങളെന്ന് പറയുന്നത്. അപ്പം ഞാൻ ചുമ്മാ വീഡിയോ ഒക്കെ എടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെറുതെ പോസൊക്കെ ചെയ്ത് നിന്നോളൂ. ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തന്നു. അപ്പോൾ കോട ഇറങ്ങിയതാണ് നിങ്ങൾ കാണുന്നത്. പതുക്കെ വരുന്നേ ഉള്ളൂ. നമുക്ക് ഒച്ച കേൾക്കായിരുന്നു നല്ല രീതിക്ക്. അങ്ങനെ പതുക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും കോട കൂടി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി മാറി. അത്രയും കോടയായിരുന്നു അവിടെ. കൊതിച്ചിട്ടും വരാൻ എന്തേ മഴ തോരാതെ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങി വന്നു. മഴ നന്നിട്ട് തന്നെ ഇറങ്ങി വന്നു. കുടയൊന്നും എടുക്കാൻ നിന്നില്ല. കാരണം എന്തിനാണ് ഇപ്പോൾ എല്ലാം നനഞ്ഞു. പോയി കുളിച്ച് തന്നെ കയറാമെന്ന് വിചാരിച്ചു. പിന്നെ വാട്ടർഫോൾസിൻ്റെ അവിടെ പോയി. അവിടെ ചെന്ന് ഞാൻ ആദ്യമായിട്ടാണ് വാട്ടർഫോൾസൊക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ കൂടെ ആയപ്പോഴത്തേക്കും ഞാൻ എൻജോയ് തന്നെ ഇങ്ങനെ കൊണ്ടുവരാൻ അങ്ങനെ ഞാൻ പോയിട്ടേ ഇല്ല അങ്ങനെയൊന്നും. അപ്പോൾ ആദ്യമായിട്ടാണ് അതെല്ലാം. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് വിശന്നപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഷാപ്പിലൊക്കെ കയറി. എനിക്ക് വൈഡായിട്ടുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോഴാണ് വീഡിയോസൊക്കെ എടുത്തത്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കിട്ടിയുള്ളൂ. ഷാപ്പിൽ കയറി ഫുഡ് കഴിക്കുന്നതും ഞാൻ ആദ്യമായിട്ടാണ്. അങ്ങനെ കപ്പ ബിരിയാണി അങ്ങനെ ഒത്തിരി സാധനങ്ങൾ, ബീഫ് എന്തെന്നൊക്കെയോ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞാൻ ഒത്തിരി ഹാപ്പിയായി. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ഹാപ്പിയായി. ഇങ്ങനെ കഴിക്കാനൊക്കെ പറ്റി. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ വീട്ടിൽ പോയിട്ട് തലശ്ശേരി ബിരിയാണിയൊക്കെ ഉണ്ടാക്കുക. ശരത്തേട്ടൻ്റെ സ്പെഷ്യലായിരുന്നു ഇന്ന് തലശ്ശേരി ബിരിയാണി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ഹെൽപ്പൊക്കെ ചെയ്തായിരുന്നു. എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്ത് ഞാൻ നിന്ന് 3 ദിവസമാണ് അവരുടെ വീട്ടിൽ നിന്ന് പറയുന്നത്. ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. ഈ പറയുന്ന പോലെ എല്ലാവരും കൂടെ കൂടിയിട്ട് പുറത്ത് പോവുക, യാത്ര ചെയ്യുക, അതൊക്കെ നല്ല രസമായിരുന്നു. അതുപോലെ അവരുടെ കസിൻസും കാര്യങ്ങളെല്ലാവരും കൂടി ഇന്നും ലാസ്റ്റ് ഡേ നൈറ്റാണെങ്കിൽ ഈ പറയുന്ന പോലെ കളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേര് കൂടിയിട്ടാണ് കഴുത കളിച്ചത്. എനിക്കിതൊക്കെ നോക്കി നിൽക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. എനിക്ക് ഇതൊന്നും കളിക്കാൻ അറിയാൻ പാടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പോയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.